പെയിന്റ് പണിക്കായി കൊച്ചിയിലെത്തിയ ശേഷം കഞ്ചാവ് കച്ചവടം നടത്തിയ 21-കാരൻ 5 കിലോ കഞ്ചാവുമായി ഡാൻസ് ഓഫിന്റെ പിടിയിലായത് ബംഗാൾ സ്വദേശി രോഹൻ ഷെയ്ഖാണ്. 5 വർഷം മുൻപ് കൊച്ചിയിലെത്തിയയാൾ ലഹരി മാഫിയയുടെ കണ്ണിയാവുകയായിരുന്നു. അമൽ പാടിച്ചാൽ കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. അമൽ, അതായത് ബംഗാളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തൊഴിൽ തേടിയെത്തിയതാണ്. പെയിന്റിംഗ് പണിയായിരുന്നു ആദ്യം, പക്ഷെ പിന്നീട് കഞ്ചാവ് കച്ചവടത്തിലേക്ക് വഴിമാറുകയായിരുന്നു ഈ രോഹൻ ഷെയ്ഖ് എന്ന് പറയുന്ന പശ്ചിമ ബംഗാൾ സ്വദേശി. ഇയാളിലേക്ക് ഡാൻസ് ഓഫ് എത്തിയത് എങ്ങനെയാണ്? മനു, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്തൊട്ടാകെ ഒപ്പം തന്നെ എറണാകുളം ജില്ലയിലടക്കം വലിയ രീതിയിലുള്ള പരിശോധനകളാണ് ഇത്തരത്തിൽ ലഹരി വിതരണവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് ഇന്ന് പുലർച്ചയോടുകൂടി എറണാകുളത്തെ 2 ഭാഗങ്ങളിൽ നിന്നുമായി ഇത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങൾ പിടികൂടുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 21-കാരൻ 5 കിലോ കഞ്ചാവുമായി ഡാൻസ് ഓഫിൻ്റെ പിടിയിലാവുകയായിരുന്നു. രോഹൻ ഷെയ്ഖ് എന്ന ബംഗാൾ സ്വദേശിയായിരുന്നു അത്. ഇദ്ദേഹം കഴിഞ്ഞ 5 വർഷമായി ഇത്തരത്തിൽ കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ലഹരി മാഫിയയുടെ കണ്ണിയാണ് എന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചത്. അത്തരത്തിൽ 5 വർഷമായി ലഹരി വിതരണം നടത്തുകയുമായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ കൊച്ചി പാലാരിവട്ടത്ത് നിന്ന് 14 ഗ്രാം MDMA-യുമായി ഇതര സംസ്ഥാന തൊഴിലാളിയും ഇന്ന് പുലർച്ചയോടുകൂടി അറസ്റ്റിലായിരുന്നു. ആസാം സ്വദേശി യാസിർ അറാഫത്താണ് എക്സൈസിന്റെ പിടിയിലായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ വിവിധ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തുടർച്ചയായ പരിശോധനകളുടെ ഭാഗമായി നിലവിൽ എറണാകുളം, കൊച്ചി, പാലാരിവട്ടം എന്നീയിടങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങൾ പിടികൂടുന്ന ഒരു സാഹചര്യമാണ്. എങ്കിലും നിലവിൽ ഇപ്പോൾ എക്സൈസിന്റെ നേതൃത്വത്തിൽ ശക്തമായ പരിശോധന തന്നെയാണ് ഉള്ളത്. മനു, ശരി.